കോൺഗ്രസ് നടത്തുന്ന സമരത്തിന് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് സാധാരണ ഒരു സമരമല്ല, ഇത് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള സമരമാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി കടലിനെ മല്ലടിച്ചുകൊണ്ട്, കടലമ്മയോട് മല്ലടിച്ചുകൊണ്ട് അവൻ മത്സ്യബന്ധനത്തിൽ പോകുമ്പോൾ അവരെ ഒരു കൊലക്കയറിട്ട് ഈ മുതലപ്പൊഴി അവരെ വിഴുങ്ങുകയാണ്. അവരെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇവിടെ നവകേരള സദസ്സും കേരള സഭയും ഒക്കെ നടത്തുന്നതിന് വേണ്ടി ചിന്താ ജെറോമിനെ പോലുള്ള ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ അനാവശ്യമായി എഴുതി കൊടുക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് നേരത്തെ ശ്രീ അഡോൾഫ് പറഞ്ഞതുപോലെ ഈ ചെറിയൊരു സംഭവം നിർമ്മിക്കാൻ അതിന് പരിഹാരം കാണുവാൻ കഴിയാത്തൊരു ഗവൺമെന്റ്, ഇരുണ്ട ചങ്ങൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ ഗവൺമെന്റ് ഈ കേരളത്തിന് വേണ്ട. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധിയായി ഇറങ്ങിയിരിക്കുന്ന ഒരു MLA, ആ MLAക്ക് പോലും ഈ മത്സ്യത്തൊഴിലാളികളോട് യാതൊരു കൂറുമില്ല എന്നതിന്റെ തെളിവാണ് മുതലപ്പൊഴിയിൽ നടക്കുന്ന ആ സംഭവത്തിന് മരണപ്പൊഴിയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 4 പേര് മരിക്കുമ്പോൾ വേദന കൊണ്ട് പുളയുന്ന, വേദന കൊണ്ട് നിലവിളിച്ച അമ്മമാരുടെ മുഖത്ത് നോക്കി അവിടുത്തെ ശ്രീ ശിവൻകുട്ടിയും ശ്രീ ആന്റണി രാജുവും അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഷോ കാണിക്കല്ലേ എന്ന്. തന്റെയും തന്റെ അച്ഛന്റെയൊക്കെ മരണം നിങ്ങൾ ഷോ കാണിച്ചാണോ നിങ്ങൾ നീങ്ങുന്നെന്ന് അറിയാതെ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഈ സമരം ഞങ്ങൾ നിർത്തുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത്. പാർട്ടി ഇത് ഏറ്റെടുക്കും. ഇത് ഈ സമരം മുതലപ്പൊഴിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് കോൺഗ്രസ്.